ഹലോ ഗൈസ്, അപ്പൊ ഇന്ന് വീക്കെൻഡ് ആണ്. നമ്മൾ ഇന്ന് കറാമയ്ക്കെല്ലാം അൽസീഫിക്കാണ് പോണത്. ഇന്ന് പ്രീത് മാത്രമല്ല, എന്റെ അപ്പുറത്തെ റൂമിലുള്ള ഫ്രണ്ട്സും ഉണ്ട്. എന്നെ ഒഴിവാക്കി ഗൈസ്. ജീൻസിയും മെർലിനും. ഗൈസ്, നമ്മള് പോലീസ് പിടിച്ചു ഗൈസ്. നമ്മള് റൂമിൽ നിന്ന് ഇറങ്ങിയപ്പോ ഒരു പോലീസ് ജീപ്പ് വന്നു. എന്നിട്ട് നമ്മളോട് വരാൻ പറഞ്ഞു. അപ്പോൾ ഓര് ചോദിച്ചു നമ്മളുടെ ആണോ വീഡിയോ എടുത്തത് ചോദിച്ചു. അപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മൾ ഓരുടെ അല്ല വീഡിയോ എടുത്തത്, അതുകൊണ്ട് വീഡിയോ കാണിച്ചത്. അപ്പോൾ എന്തിനാണ് ചോദിച്ചു. അപ്പോൾ വ്ളോഗാണ് പറഞ്ഞിട്ട് ഒരു എൻ്റെ വ്ളോഗ് സബ്സ്ക്രൈബ് ചെയ്തു. ദുബായ് പോലീസ് വരും. ഇന്ന് എവിടെയും പോകണില്ല എന്ന് വിചാരിച്ചതാണ്. എന്നത്തെയും പോലെ ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് എല്ലാവരും ഉറക്കയിടും. ഒരു 10 മണി 10:30 ആ ടൈമിൽ ഒരാൾക്ക് പൂതിയായി പുറത്ത് പോകണം എന്നുള്ളത്. ഒരാൾക്കല്ല, എല്ലാവർക്കും പൂതിയായിക്കണം പുറത്ത് പോകണം എന്നുള്ളത്. അങ്ങനെ നമ്മൾ പുറത്ത് പോവാ വിചാരിച്ചു. ഒന്നും കയറാൻ മേല, അപ്പൊ മാറ്റി പിടിക്കാം. അൽസീഫ് പോകാന്ന് വിചാരിച്ചു ഗൈസ്. ഇപ്പൊ ഞാനുള്ളത് യൂണിയനിലാണ്. യൂണിയനിൽ ഫുഡ് കഴിക്കാൻ കയറിയിരിക്കണം. കാരണം രാത്രി നമ്മളൊന്നും കഴിച്ചിട്ടില്ല. അപ്പൊ കഴിച്ചിട്ട് പോവാം. എന്തായാലും എപ്പോഴാ തിരിച്ചു വരികയെന്നൊന്നും പറയാൻ പറ്റൂലല്ലോ. ഇതൊരു മലയാളി റെസ്റ്റോറന്റ് ആണ്. നമുക്ക് തൊട്ടടുത്ത് തന്നെ ഗുറേർ മാളും ഉണ്ട്. ഗുറേർ മാൾ അറിയുന്നവർ മെൻഷൻ ചെയ്യുക, അല്ല കമന്റ് ഇടുക. ഹായ് ഗൈസ്, പ്രീതുവിനാണ് ഫാൻസ് കൂടുതല്. പ്രീതു, എന്റെ വ്ളോഗിനെ കുറിച്ച് എന്താ അഭിപ്രായം? അല്ല ഊള വ്ളോഗ്. വ്ളോഗിനെ കുറിച്ച് എന്താ അഭിപ്രായം? വളരെ നല്ലൊരു അഭിപ്രായം. എന്റെ വീഡിയോനെ കുറിച്ച് എന്താ അഭിപ്രായം? നല്ല അഭിപ്രായം. എന്താ എന്നോട് ഒന്നുകൂടെ ചോദിക്കും, ഞാൻ മാത്രം ഊള വ്ളോഗ് എന്ന് പറഞ്ഞതാ. പ്രീതു, എന്റെ വീഡിയോനെ കുറിച്ച് എന്താ അഭിപ്രായം? സത്യം പറയണോ കള്ളം പറയണോ? രണ്ടും പറ. രണ്ടും പറയണോ? കള്ളം പറയാനാണെന്ന്. രണ്ടും പറയുകയാണെങ്കിൽ കുറച്ച് വെളുക്ക പറ. മീൻസ് സൗണ്ടിൽ ഒച്ചത്തില് പറ. അങ്ങനെ മലയാളം പറഞ്ഞ മലയാളം തന്നെയാണ്. സൂപ്പർ ഡെലീഷ്യസ്. താങ്ക് യു. നമ്മളുടെ ഫുഡ് വന്നു. എന്റെ യൂട്യൂബ് കാണലുണ്ടോ? യൂട്യൂബ് കണ്ടോണ്ടിരിക്കുകയാണെങ്കിൽ ഗൈസ്, നിങ്ങൾക്ക് ഈ ഹോട്ടൽ ഏതാണെന്ന് അറിയാമെങ്കിൽ കമന്റ് ചെയ്യുക. ഗൈസ്, നമ്മളൊരു ഫുൾ ഗ്രില്ലാണ് ഓർഡർ ആക്കിയത്. നമ്മൾ ഫുൾ ഗ്രില്ലും 4 സുലൈമാനി ഓർഡർ ആക്കിയിട്ടുണ്ട്. നമ്മൾ സുലൈമാനിന്റെ ആൾക്കാരാണ്. സുലൈമാനി ഇഷ്ടമുള്ളവരും കമന്റ് ചെയ്യുക. ആരും എന്റെ വീഡിയോസിന് കമന്റ് ഇടുന്നില്ല, അതുകൊണ്ടാണ്. എന്തെങ്കിലും കമന്റ് ചെയ്യുക. താങ്ക് യു പ്രീതു. പ്രീതുവിന് ഫുഡ് കഴിക്കുമ്പോ നല്ല സ്നേഹമാണ് ഗൈസ്. എന്താ സത്യം പറയട്ടെ, എനിക്ക് ഒരിക്കലും സ്നേഹമല്ല ഗൈസ്. ഫുഡിന്റെ കാര്യത്തിൽ നമ്മള് സമമാണ്. കാര്യത്തിൽ നമ്മള് തോറ്റുപോയി. നമ്മള് ജിമ്മ് നിർത്തി. ഞങ്ങളോട് മാസ്റ്റർ പറഞ്ഞു, നിങ്ങൾ ഓൾറെഡി ഹെൽത്തിയാണ്, നിങ്ങൾ ജിമ്മിൽ വരുന്നത് എനിക്ക് നാണക്കേടാണ്. അങ്ങനെ ഞങ്ങൾ നിർത്തി. അങ്ങനെ തന്നെ പ്രീതുവാണ് കറക്റ്റ്. ഗായ്സ്, അപ്പൊ നമ്മള് ഫുഡൊക്കെ കഴിച്ചിട്ട് അൽസീഫിക്ക് പോവാണ്. കറക്റ്റ് വഴി മനസ്സിലാവണില്ല. പക്ഷെ വഴികാട്ടിയായിട്ട് നമ്മളുടെ ഒപ്പം ജിൻസി ഉണ്ട്. ബനിയാസി ചെന്നിട്ട് അവിടുന്ന് ബോട്ട് കയറണം എന്നാണ് ജിൻസി പറയുന്നത്. അല്ല ഗൈസ്, നിങ്ങൾക്കൊരു സത്യം അറിയോ? അയ്യോ പോവില്ല, റെഡ് വ്ളോഗ് എടുത്തിട്ട് പോവാണ്. നമ്മള് രക്ഷപ്പെട്ടു ഗൈസ്. ഇതാണ് ക്രൂയിസ്. നമ്മൾ അൽസീഫിക്ക് പോകണമെങ്കിൽ ഇവിടുന്ന് ബോട്ട് കയറിയിട്ട് വേണം അപ്പുറത്ത് പോവാൻ. ഈ നേരത്ത് ബോട്ട് ഉണ്ടോ ഇല്ലയോ എന്നൊന്നും നമുക്ക് ഐഡിയ ഇല്ല. നമ്മൾ പോയി നോക്കുക. എന്നിട്ട് നമ്മൾ സസി ആവണമെങ്കിൽ ഇപ്പോഴേ നമ്മൾ റെഡിയാണ്. പിന്നെ ഞങ്ങൾ നെഞ്ചും പിരിച്ച് അത് സ്വീകരിക്കും. അതെ, അങ്ങനെയുള്ള കുട്ടിയാണ് പ്രീതു. ജിൻസിയും. പക്ഷെ ഞാൻ അങ്ങനെയല്ല. അങ്ങനെയല്ല. അപ്പൊ ഞാൻ പറയണു ബോട്ട്. നിങ്ങളെന്താ പറയണത്? ഞങ്ങളൊന്നും പറയുന്നില്ല, വരുന്നിടത്ത് വെച്ച് കാണാം. വേറെ വഴിയില്ലല്ലോ, ഇറങ്ങി തിരിച്ചില്ലേ. ആര്യ അപ്പുറത്ത് നമുക്ക് വേണ്ടി കാത്തിക്കുന്നുണ്ട് അൽസീഫില്. നമ്മളിപ്പോ അബ്രയിലാണ് വന്നിക്കണത്. അപ്പുറത്തേക്കാണ് നമ്മള് അബ്രയിലാണ് വന്നിരിക്കണത്. അപ്പുറത്തെ സൈഡില് അപ്പുറത്തേക്കാണ് പോകേണ്ടത്. അപ്പൊ നമ്മള് ബോട്ടിന് നമ്മൾ അവിടം വരെ പോകണം. അവിടം വരെ നോക്കത്ത ദൂരത്ത് തന്നെ കാണാൻ നല്ല ഒരു വൈബ് ഇല്ലേ? ദുബായിന്റെ ഒരു മറ്റൊരു സൈഡാണ്. ഓൾഡ് ദുബായ് അല്ലേ? എനിക്ക് വലിയ ധാരണ ഇല്ല കേട്ടോ. നമുക്ക് കാര്യമായിട്ട് അറിയില്ലെങ്കിലും നമുക്ക് സ്ഥലം കാണിച്ചു തരാൻ വേണമെങ്കിൽ. അതെ, ഇതാണ് ഓൾഡ് ദുബായ്. ആർക്കും വരാം. ഓൾ ആർ വെൽക്കം. ബുർജ് ഖലീഫ. ഇവിടെ നോക്കിയാൽ നമുക്ക് ബുർജ് ഖലീഫ കാണാം ഗൈസ്.
ഇനി ബുർജ് ഖലീഫ ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ കണ്ടോളൂ. സുവർണ അവസരം. ബുർജ് ഖലീഫയ്ക്ക് പോകുന്നുണ്ടെങ്കിൽ എന്റെ ഉമ്മാനും കൂട്ടിയിട്ടായിരിക്കും. യെസ് പോകാം. ഞങ്ങൾ ഡ്രസ് ഗൈസ് അപ്പൊ നമ്മള് അൽസിഫിക്ക് പോണ പോട്ടില്ല, പക്ഷെ ബർദുബായിക്ക് പോണ പോട്ടുണ്ട്. എന്നാലും പ്രശ്നമല്ല, ബർദുബായിക്ക് നമുക്ക് അൽസിഫിക്ക് ടാക്സി പോകാനുള്ളതുള്ളൂ. ഈ ഒരു ബോട്ടിൽ നമുക്ക് അവിടെ ഇത്രയും ദൂരം ചെല്ലണമെങ്കിൽ നമുക്ക് ഒരു 1 ദിർഹം കൊടുത്താൽ മതി. നമുക്ക് 3 പേർക്ക് കൂടിയിട്ട് 3 ദിർഹം ആയിട്ടുള്ളൂ. അപ്പൊ നിങ്ങള് ഈ ഒരു സ്ഥലം മിക്ക എല്ലാ ആൾക്കാരും ദുബായിലുള്ള ആൾക്കാരൊക്കെ എന്തായാലും കണ്ടിട്ടുണ്ടാവും. കാണാത്തവര് എന്തായാലും ഇത് വന്ന് കാണേണ്ടതാണ്. പിന്നെ ഈ ദുബായിൽ ഉണ്ടായിട്ട് ഒരു കാര്യമില്ല കാണാത്തവര്. നമ്മള് ദുബായിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ അൽസീഫിക്ക് വിളിച്ച് കയറി ടാക്സിയിൽ പോവാണ്. ഗൈസ് അങ്ങനെ നമ്മള് ഫൈനലി അൽസീഫിന്റെ ഒരു ബോർഡെങ്കിലും കണ്ടുപിടിച്ചിട്ടുണ്ട്. ഗൈസ് നമ്മൾ അങ്ങനെ അൽസീഫിനെയും ആര്യനെയും കണ്ടുപിടിച്ചിരിക്കുകയാണ്. പക്ഷെ അതാണ് ഈ മുതല്. അങ്ങനെ നമ്മള് അതെ ഇവര് ലബനീസ് ആണ് ഗൈസ്. അങ്ങനെ ഫൈനലി നമ്മളിവിടെ എത്തി. പക്ഷെ നമ്മളുടെ അടുത്ത് സെക്യൂരിറ്റി പോവാൻ പറഞ്ഞു. ഇതിപ്പോ ക്ലോസ് ആക്കും പറഞ്ഞു. പ്രശ്നമല്ല, നമുക്ക് എന്തായാലും പോവാ. ഇത്ര ദൂരം വന്നത് വെറുതെ ആയിപ്പോയി. പക്ഷെ നമുക്ക് സങ്കടമൊന്നുമില്ല ഗൈസ്, നമുക്ക് സങ്കടമൊന്നുമില്ല. പൊന്നു സഖി നമ്മള് ശരിക്കും ചുറ്റി വന്നതാണ്. നമുക്ക് കുറച്ചും കൂടി നേരത്തെ വരികയാണെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് ബോട്ടിൽ വന്നാൽ മതിയായിരുന്നു. പക്ഷെ നമ്മളിപ്പോ ചുറ്റി വളഞ്ഞിട്ടാണ് നമ്മൾ അവിടെ നിന്നാ വന്നത്. പക്ഷെ നമ്മൾ ഇങ്ങനെ വന്നു. ഇങ്ങനെ പിടിക്കണേ വരെ നമ്മൾ ഇങ്ങനെയാണ് പിടിച്ചത് ഗൈസ്. നമ്മള് കറാമ പാർക്കിക്ക് പോവാണ്. നമ്മള് കറാമയ്ക്ക് വന്നിരിക്കാണ്. നമുക്ക് കറാമയെ വിധിച്ചിട്ടുള്ളൂ അല്ലേ? വെള്ളം തയ്ച്ചിട്ട് വെള്ളം വാങ്ങാൻ വന്നതാണ്. നാളെ മുതൽ അവളെ തുഴഞ്ഞാണ് പോകുന്നത്. വഞ്ചിയിൽ വള്ളത്തിൽ തുഴഞ്ഞാണ് ഓഫീസിലേക്ക് പോകുന്നത്. അതിനവള് വെള്ളം കുടിച്ചിട്ടും ദാഹം മാറുന്നില്ല. നല്ല ചൂടാണ് ഗൈസ്. നമ്മൾ കുറച്ചും കൂടി നേരത്തെ വരികയാണെങ്കിൽ നമുക്ക് എന്തായാലും മൽസീഫിൽ കുറച്ചു നേരം കൂടി ഇരിക്കാൻ പറ്റിയാണ്. പക്ഷെ നമുക്ക് നേരത്തെ വരണ്ടേ? 10 മണിക്ക് അവിടെ നിന്ന് ഇറങ്ങിയതാ. ഇപ്പൊ എത്ര മണിക്കാ? 1:20 ഇവിടെ എത്തിയത്. അബുദാബിയിൽ നിന്ന് വരുന്നവരെക്കാളും ഇതിന് നേരത്തെ. നമ്മൾ ലേറ്റ് ആവാൻ കാരണം പോലീസ് നമ്മളെ പിടിച്ച്. അതെ അതെ അതെ, പോലീസിന്റെ നമ്മുടെ ഈ കണ്ണുകളിലോട്ടായിരുന്നു പോലീസിന്റെ പ്രണയം. കണ്ണുണ്ട് പോലീസ് വീണ്. പോലീസ് എന്താ നമ്മള് ലേറ്റ് ആവാൻ കാരണം വെച്ചാ പോലീസ് പറഞ്ഞു ഇതിന്റെ കണ്ണ് കാണാൻ വളരെ രസമുണ്ട്. ഞങ്ങൾക്ക് അവിടെ പോയി ഞങ്ങക്ക് ബിരിയാണി മേടിച്ചതാന്ന് പറഞ്ഞ് പറയിപ്പിച്ചല്ല മനസ്സറിഞ്ഞു. വെള്ളം പോലും ഞാൻ വാങ്ങി കൊടുക്കില്ല ഗൈസ്. പോലീസ് അങ്ങനെ പറഞ്ഞോണ്ട് പ്രീതു അവിടെ അലിഞ്ഞേന്ന് നമ്മൾ പെറുക്കി കൊണ്ടുവരാൻ ടൈം എടുത്തു. അതുകൊണ്ടാണ് നമ്മൾ ലേറ്റ് ആയത് ഗൈസ്. അങ്ങനെ ഞാന് ഇൻസ്റ്റയില് 2 വീഡിയോന് വണ്ണം അടിച്ചതിന്റെ ട്രീറ്റ് ആണ്. എന്നാലും വാങ്ങി തന്നില്ലേ? 2 രൂപന്റെ ഐസ്ക്രീം. ഹാപ്പി? വളരെ നിങ്ങൾക്ക് അഭിമാനിക്കാം. നിങ്ങളുടെ കൂടെയുള്ളത് സബ്സ്ക്രൈബേഴ്സ് ഇനിയും കൂട്ടണം. ഇവള് ഇതുപോലെ ഐസ്ക്രീം വാങ്ങി തരുന്നതാണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഐസ്ക്രീം വാങ്ങി കഴിക്കുക. 2 ഐസ്ക്രീം. നിങ്ങൾക്ക് അഭിമാനിക്കാം. നിങ്ങളുടെ കൂട്ടത്തില് ഒരു സെലിബ്രിറ്റി ഉണ്ട് നിങ്ങളുടെ കൂട്ടത്തില്. വാക്കുകളില്ല. അങ്ങനെ ഗൈസ് ഞാനും വൈറലായി. എന്റെ ഇൻസ്റ്റയില് 2 മില്യൺ ആണ് അടിച്ചിരിക്കുന്നത്. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അതെ, ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ്. 2 മില്യൺ ആണ് ഇൻസ്റ്റയിൽ അടിച്ചിരിക്കുന്നത്. അങ്ങനെ യൂട്യൂബിൽ ഞാൻ വൈറലായില്ലെങ്കിലും എന്റെ വാപ്പ കാരണം ഇൻസ്റ്റാഗ്രാമിൽ എന്നെ വൈറലാക്കിയിട്ടുണ്ട്. അതെ, പ്രൊഫൈൽ ചേഞ്ച് ചെയ്യാൻ പോവാണ് വാപ്പ. അവളുടെ പ്രൊഫൈലിന്റെ ഐശ്വര്യം. അതെ, അക്കൗണ്ടിന്റെ ഐശ്വര്യം. അപ്പൊ ഇന്നത്തെ ദിവസം പറ ആര് എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. എന്നെ സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും എല്ലാരും സപ്പോർട്ട് കൂടെ ഇവളെ സപ്പോർട്ട് ചെയ്യണം. അങ്ങനെ നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. കഴിഞ്ഞു, നമ്മൾ ഇനി പോവാണ്. ഓക്കെ ഗൈസ്, ബൈ ബൈ. നീ അടിക്ക്. എല്ലാരും എന്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യൂ, കമന്റ് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. ബൈ ബൈ.